മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു വിതക്കാരന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കലൊരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായി അതിരാവിലെ പാടത്തേക്ക് പോയി. അവൻ തന്റെ കുട്ടയിൽ നിന്ന് വിത്തുകൾ എടുത്ത് വിതച്ചപ്പോൾ കുറേ വഴിയരികിൽ വീണു. അപ്പോൾ തന്നെ കുറേ പക്ഷികൾ വന്നത് തിന്നു. ഇനി വേറെ ചിലതാകട്ടെ മണ്ണധികമില്ലാത്ത പാറമേലാണ് വീണത്. മണ്ണിനാഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. എന്നിട്ടോ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തും വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. അങ്ങനെ ഈ ഉപമയിലെ പോലെ ദൈവവചനമാവുന്ന വിത്തുകൾ ഗ്രഹിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്ന വഴിയരികിൽ വീണ വിത്തുകളെ പോലെയും വചനത്തെ പ്രതി ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടാവുമ്പോൾ ആഴത്തിൽ വേരില്ലാത്തതിനാൽ വീണുപോകുന്ന പാറപ്പുറത്ത് വീണ വിത്തുകളെ പോലെയും ധനാസക്തികളും ലൗകിക വ്യഗ്രതയിലും ഞെരുക്കപ്പെടുന്ന മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളെ പോലെയാകാതെ ദൈവവചനം ഗ്രഹിച്ച് അവ ഹൃദയത്തിൽ സ്വീകരിച്ച് 100, 60, 30 മേനി വിളവ് നൽകാൻ കൂട്ടുകാർക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു വിതക്കാരന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കലൊരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായി അതിരാവിലെ പാടത്തേക്ക് പോയി. അവൻ തന്റെ കുട്ടയിൽ നിന്ന് വിത്തുകൾ എടുത്ത് വിതച്ചപ്പോൾ കുറേ വഴിയരികിൽ വീണു. അപ്പോൾ തന്നെ കുറേ പക്ഷികൾ വന്നത് തിന്നു. ഇനി വേറെ ചിലതാകട്ടെ മണ്ണധികമില്ലാത്ത പാറമേലാണ് വീണത്. മണ്ണിനാഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. എന്നിട്ടോ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തും വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. അങ്ങനെ ഈ ഉപമയിലെ പോലെ ദൈവവചനമാവുന്ന വിത്തുകൾ ഗ്രഹിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്ന വഴിയരികിൽ വീണ വിത്തുകളെ പോലെയും വചനത്തെ പ്രതി ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടാവുമ്പോൾ ആഴത്തിൽ വേരില്ലാത്തതിനാൽ വീണുപോകുന്ന പാറപ്പുറത്ത് വീണ വിത്തുകളെ പോലെയും ധനാസക്തികളും ലൗകിക വ്യഗ്രതയിലും ഞെരുക്കപ്പെടുന്ന മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളെ പോലെയാകാതെ ദൈവവചനം ഗ്രഹിച്ച് അവ ഹൃദയത്തിൽ സ്വീകരിച്ച് 100, 60, 30 മേനി വിളവ് നൽകാൻ കൂട്ടുകാർക്ക് സാധിക്കട്ടെ.